ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു മാസ്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമായ ഇലാസ്റ്റിക് ആണ്. ഇത് ഞാനൊരു 5.5 ഇഞ്ചിൽ 2 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ക്ലോത്തിൻ്റെ നീളവും വീതിയും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ തുണിയുടെ നീളം 9 ഇഞ്ചാണ്, വീതി 7.5 ഇഞ്ചാണ്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നീളം 8 ഇഞ്ചും വീതി 6.5 ഇഞ്ചുമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നൊരു മാസ്കാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ 4 സൈഡ് ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം. 1/2 ഇഞ്ച് വീതമാണ് ഓരോ സൈഡിലും തയ്ച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ 1/4 ഇഞ്ച് മടക്കി അതിന് ശേഷം ഒരു 1/4 ഇഞ്ച് കൂടി മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ മടക്കി തയ്ക്കുന്നത് അളവ് മാറിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് അയൺ ചെയ്തതിന് ശേഷം ഒന്ന് തയ്ച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. നാല് ഭാഗത്തും ഞാൻ മടക്കി അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 4 സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ വീതിയുടെ ഭാഗത്തുനിന്ന് മുകളിലോട്ട് ഒരു 1.5 ഇഞ്ച് 2 സൈഡിൽ നിന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലത്തെ ഭാഗത്തുനിന്ന് 1 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ മാസ്കിൻ്റെ മുകളിൽ ചുരുക്കിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5-6 പിന്ന് ഇതുപോലെ എടുക്കുക. അതിനുശേഷം നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ പോയിൻറ്റുകൾ രണ്ടും ഒരുപോലെ ഇങ്ങനെ എടുക്കുക. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് പിൻ ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും പിൻ ചെയ്ത് കൊടുക്കണം. ഇനി അടുത്ത ചുരുക്ക് കൂടി ഇട്ട് കൊടുക്കാം. 1/2 ഇഞ്ച് ഉള്ളിലേക്കിട്ട് അടുത്ത ചുരുക്ക് കൊടുക്കാം. അതും രണ്ട് സൈഡിലൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അവസാനത്തെ ചുരുക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ മുകളിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ചുരുക്കിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് വേണം ചുരുക്കിട്ട് കൊടുക്കാൻ. അപ്പോൾ അതും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ട് സൈഡിലും ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
നമ്മളൊരു 3 ചുരുക്കാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ 2 സൈഡിലും ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. ഒരു 5.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എൻഡ് ഇതിൻ്റെ ഇവിടെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി അയൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവും. ഇനി ഇത് നിങ്ങൾക്ക് ഈ വള്ളി വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ചൊന്ന് ഉള്ളിലേക്ക് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ ഒന്ന് കൈത്തുണ്ട് തുന്നി കൊടുക്കുക, അതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ മടക്കിയതിന് ശേഷം അയൺ ചെയ്ത് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ നല്ല വൃത്തിയിൽ മാസ്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് മാസ്ക് ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.